ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസണിലായിരുന്നു മുഹമ്മദൻ എസ്സി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റം നടത്തിയത്. പക്ഷേ വളരെ ദയനീയമായ പ്രകടനമാണ് മുഹമ്മദൻ എസ്സി ISLൽ പുറത്തെടുത്തിട്ടുള്ളത്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി അവരെ അലട്ടിയിരുന്നു. പല താരങ്ങളും ക്ലബ്ബ് വിട്ടിരുന്നു. സാലറി ലഭിക്കാത്തത് കൊണ്ട് തന്നെ പല താരങ്ങളും കേസ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഫിഫയുടെ നടപടി മുഹമ്മദൻ എസ്സിക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വിലക്ക് ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ലോകമെമ്പാടും 7 ക്ലബ്ബുകൾക്കാണ് ഫിഫ ബാൻ നൽകിയിട്ടുള്ളത്. അതിലൊരു ക്ലബ്ബ് മുഹമ്മദൻ എസ്സി ആണ്. അതായത് ഈ മാസം 2-ാം തീയതി മുതലാണ് ഈ വിലക്ക് ബാധകമാവുക എന്നാണ് ഫിഫ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് 3 പ്ലെയർ രജിസ്ട്രേഷൻ പീരീഡിലാണ് ഈ ഒരു വിലക്ക് ബാധകമാവുക. അതായത് 3 ട്രാൻസ്ഫർ വിൻഡോകളിൽ ഈ ഒരു വിലക്ക് ബാധകമാകും എന്നുള്ളതാണ്. പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ ഇനി മുഹമ്മദൻ എസ്സിക്ക് കഴിഞ്ഞേക്കില്ല എന്നതാണ് ഈ വിലക്കിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ പുതിയ താരങ്ങളെ അടുത്ത 3 ട്രാൻസ്ഫർ മാർക്കറ്റുകളായിക്കൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം മാത്രമാണ് പുതിയ താരങ്ങളെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത് മുഹമ്മദൻ എസ്സിക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഉള്ള താരങ്ങളെ വെച്ചുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ സീസണിൽ തന്നെ വളരെ മോശം പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത്. ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ പങ്കെടുക്കാനും മുഹമ്മദൻ എസ്സി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.